എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേന്ദ്ര പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വർഷം തോറും 6000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. അപ്പോൾ അതിന്റെ 20ാമത്തെ ഘടുവമാണ് ഇനി ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത്. അപ്പോൾ ജൂൺ 1-ാം തീയതി മുതൽ അതിന്റെ ആരംഭങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് 19 ഗഡുക്കൾ വാങ്ങിച്ചിട്ടുള്ളവർക്ക് 20ാമത്തെ കോളം അവിടെ വന്നിരിക്കുകയാണ് വെബ്സൈറ്റിൽ. അത് നേരത്തെ നമുക്ക് FTO നോയും ബ്ലാങ്കുമായിട്ട് തന്നെയാണ് നിന്നിരുന്നത്. ഇപ്പോൾ അവിടെ വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളത് ആയിട്ടുണ്ട്. നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളതായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ 2ാമത്തെ ഘട്ടവും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് FTO, ആ FTO അവിടെ S ആവണം. ഇപ്പോൾ നമുക്ക് FTO നോ ആണെങ്കിൽ FTO അവിടെ S ആവും. FTO എന്നുള്ളത് ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ ആണ്. നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓർഡർ അവിടെ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ FTO S ആവും. S ആയി കഴിയുമ്പോൾ നമ്മുടെ PFMS-ൽ നമുക്ക് നമ്മുടെ പേയ്മെന്റ് റിക്വസ്റ്റ് അവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വരുന്ന പേയ്മെന്റ് റിക്വസ്റ്റ് ഒരുപക്ഷെ മുടങ്ങിയിട്ടുള്ളവർക്ക് എത്ര ഗഡുക്കളാണോ അത്രയും ഗഡുക്കളുടെ പേയ്മെന്റ് റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നിവരെ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഉടൻ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. പക്ഷെ ഡേറ്റ് ഒന്നും അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് ഈ മാറ്റങ്ങൾ അനുസരിച്ചാണ് നമ്മൾ PM കിസാൻ സമ്മാൻ നിധി എന്നൊക്കെയാണ് നമുക്ക് അല്ലെങ്കിൽ ഉടൻ എത്തുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. പക്ഷെ പലർക്കും ഈ ഒരു സ്റ്റാറ്റസ് നോക്കി ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ പേയ്മെന്റ് സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ അവർക്ക് കാണാൻ സാധിക്കുന്നത് ലേബൽ എന്ന് മാത്രമാണ്. ഇതുപോലെ FTOയും ഒരു കാര്യങ്ങളും അവിടെ കാണിക്കുന്നില്ല. ലേബൽ എന്ന് വന്നിട്ട് മൊത്തം ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മാർച്ച് 1-ാം തീയതി മുതൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ എല്ലാവരുടെയും പേയ്മെന്റ് സ്റ്റാറ്റസിന്റെ അവിടെ ലേബൽ എന്ന് കാണിച്ചുകൊണ്ട് തന്നെ മൊത്തം ബ്ലാങ്ക് ആയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ കുറെ പേർ കൂടെ കാണിക്കുന്നത്. അന്ന് പക്ഷേ അത് നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവരെ കണ്ടെത്തിക്കൊണ്ട് തന്നെയും അവരെ വെരിഫൈ ചെയ്യാനായിട്ടാണ് അന്ന് ആ ഒരു ലേബൽ അവിടെ കാണിച്ചിരുന്നത്. ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ മാർച്ച് അവസാനം ആ ലേബൽ അവിടെ മാറുകയും ചെയ്തിരുന്നു, ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ KYC കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതല്ല എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ PM കിസാൻ സമ്മാൻ നിധിയിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ലേബൽ എന്നുള്ളൊരു കാര്യം അവിടെ വെറുതെ വരില്ല. ആ ലേബൽ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ലേബൽ എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കണം. നിങ്ങളുടെ KYC, ഈ 2 കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവുന്നത്. അതല്ലാതെ നമുക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് പേയ്മെന്റ് വന്ന് റിട്ടേൺ ആയി പോകത്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ ലാൻഡ് സീഡിങ് അങ്ങനെ നോ ആവത്തില്ല. നമ്മൾ സ്ഥലം വിൽക്കുകയോ മാറ്റി എഴുതുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ലാൻഡ് സീഡിങ് നോ ആകത്തുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും നമ്മുടെ ലാൻഡ് സീഡിങ് നോ ആവത്തില്ല. അതുപോലെ തന്നെ നിരവധി ആൾക്കാർ ചോദിക്കുന്നുണ്ട് PM കിസാൻ സമ്മാൻ നിധി പുതുക്കണോ എന്നുള്ളത്. പുതുക്കുന്ന ഒരു സമ്പ്രദായം നമുക്കില്ല. നിങ്ങളുടെ കരം കറക്റ്റ് ആയിട്ട് തന്നെ അടയ്ക്കുക. അതുപോലെ തന്നെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ, ഫാർമർ ID ഇല്ലെങ്കിൽ നമുക്ക് PM കിസാൻ സമ്മാൻ നിധി ലഭിക്കില്ല എന്നൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഞാൻ അന്നേ പറയുന്നുണ്ട് ഇതിനുള്ള സമയങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇപ്പൊ 31-ാം തീയതിയോ അല്ലെങ്കിൽ ഒരു മാസം കൂടെ നീട്ടി അല്ലെങ്കിൽ 2 മാസം നീട്ടി എന്നൊക്കെ പറയുന്നു. ഇത് ആരും നീട്ടാനായിട്ടാണ്, ആരും നീട്ടേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇത് 8-9 മാസം മുമ്പേ നമുക്ക് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രി. അത് ചെയ്യാനായിട്ട് അതിൻ്റെതായിട്ടുള്ള സമയങ്ങളുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ തന്നെയായാലും 8-9 മാസമായി അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്റ്റർ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിപ്പോഴും ചെയ്യാതിരിക്കുന്നവർക്കും പേയ്മെന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യണ്ട എന്നുള്ളതല്ല, നമ്മളത് ചെയ്യണം തീർച്ചയായിട്ടും. നമുക്ക് അതിനായിട്ടുള്ള സമയങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടാൽ ഉടൻ തന്നെ അവിടെ പോയി ക്യൂ നിന്നുകൊണ്ട് തന്നെയും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയും നമുക്ക് ഇപ്പോൾ ഇല്ല. അല്ലെങ്കിൽ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ലഭിക്കില്ല. കാരണം നമ്മൾ മതിയായ രേഖകളെല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് PM കിസാൻ സമ്മാൻ നിധി അപേക്ഷിച്ചത്. അതിൽ അർഹതയുള്ളവർക്ക് മാത്രമാണ് PM കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളുക. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പല കാര്യങ്ങൾ വരും. അതിൻ്റെതായിട്ടുള്ള സമയങ്ങളും നമുക്കുണ്ട്. അല്ലാതെ മെയ് 14-ാം തീയതി വന്നേച്ച് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചെയ്യാനുള്ള സമയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്ത് അത് പൂർത്തീകരിക്കുക. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധി വാങ്ങാനുള്ള എല്ലാ അർഹതയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു തുക കൈപ്പറ്റുന്നത്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് തന്നെ തുക ലഭിക്കും. നിങ്ങൾ ഇതിനോടകം തന്നെ സമയമുള്ളപ്പോൾ തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈനിൽ അത് ചെയ്യാനായിട്ട് നമുക്ക് ഉടൻ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതാണ്. അതിനുശേഷം ചെയ്യാനുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഓടി നടന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലൊരു മെസ്സേജ് ഇഷ്ടംപോലെ ആൾക്കാർക്ക് വരുന്നുണ്ട് എന്നുള്ളത് പറയുന്നു. ഒരു ലിങ്കുമായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫാർമർ ID
ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പി എം കിസാന്റെ ഒരു മെസ്സേജ് ആണ്, KM കിസാനോ MA കിസാനോ എന്നൊക്കെ പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. അത് ഫേക്ക് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഒന്നും തന്നെയും ചെയ്യരുത്. ആ ഒരു ലിങ്ക് ഫേക്ക് ആണ് എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയും അങ്ങനെ വരുന്ന മെസ്സേജുകളിൽ ലിങ്കുകളിലൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. ഇപ്പോൾ നിലവിൽ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ കൃഷി ഓഫീസിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി അതവർ അവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ആക്കി തന്നെങ്കിൽ മാത്രമേ ഓൺലൈനായിട്ടും CSC സെന്ററിലും ഇത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് തന്നെയും അവരത് ഓപ്പൺ ആക്കുന്നില്ല. സാധാരണഗതിയിൽ അത് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ അത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ആക്കി തരുന്നതാണ്. അതിനുള്ള ഓപ്ഷനുമുണ്ട്. ഇവിടെ നമ്മുടെ കേരള അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രിയുടെ വെബ്സൈറ്റ് ആണ്. ഇവിടെ നമുക്ക് ഒഫീഷ്യൽ എന്നുള്ളതിനകത്ത് മാറി ഫാർമർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ അവിടെ നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഉടൻ തന്നെ അത് മാറി ഈ ഫാർമർ എന്നുള്ളത് വരും. സ്ക്രോൾ ചെയ്ത് ആട് വരുമ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ ആ ഒരു അവസരം ഇപ്പോൾ നമുക്ക് തന്നിട്ടില്ല. അത് എന്തായാലും ഉടൻ തന്നെ അത് ഓപ്പൺ ആവും എന്നുള്ള കാര്യം പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ 20ാമത്തെ ഗഡുതൂർണം വാങ്ങിക്കുന്നതിന് അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രി ID അല്ലെങ്കിൽ എൻറോൾമെന്റ് ID ഒരു തടസ്സമല്ല. പക്ഷെ നിങ്ങൾ അത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറയാം. അത് ചെയ്യാതിരിക്കരുത്, അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ പൈസ കിട്ടിക്കോളും എന്നുള്ളതല്ല. ഇപ്പോൾ നിലവിൽ 20ാമത്തെ ഗഡുതൂർണം ലഭിക്കാനായിട്ട് അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രി ചെയ്യണം എന്നുള്ള നിർബന്ധം ഒന്നും തന്നെയുമില്ല. ഇതാരാണ് ഇത്രയും വലിയ അത്യാവശ്യമായി കൊണ്ടുവന്നത് എനിക്കറിയില്ല. കാരണം 14ാം തീയതി അങ്ങോട്ട് തുടങ്ങി 10 ദിവസം കൊണ്ട് തന്നെ ഇത് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെയല്ല. അതിനതിൻ്റെതായിട്ടുള്ള സമയങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതനുസരിച്ച് മാത്രം നിങ്ങൾ പൂർത്തീകരിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയിൽ ഇനിയിപ്പോൾ നമുക്ക് FTO-S ആവണം. അതൊക്കെ ഉടൻ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ലേബൽ വന്നിട്ടുള്ളവർ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ അപേക്ഷ കൊടുത്തിട്ടുള്ളവരുണ്ടായിരുന്നു. അവർക്ക് വെരിഫൈ അപ്രൂവൽ ചെയ്തിരിക്കുന്നത് അവരുടെ കൃഷി ഓഫീസിൽ മാത്രമാണ്. സ്റ്റേറ്റ് ലെവൽ പെൻഡിങ് ആണ്. ഇതുവരെയും 1-1.5 മാസമായിട്ടും സ്റ്റേറ്റ് ലെവലിൽ നിന്ന് അവർക്ക് അപ്രൂവൽ പോയിട്ടില്ല. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ സ്റ്റേറ്റ് ലെവൽ അപ്രൂവൽ ആയെങ്കിൽ മാത്രമേ ഈ പ്രാവശ്യം നിങ്ങൾക്ക് തുക ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതുതായിട്ട് വാങ്ങുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് പേയ്മെന്റ്സിന് നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടുണ്ടോ, നിങ്ങളുടെ പേയ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ. അതുപോലെ തന്നെ വെള്ള നീല കാർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് മുൻഗണന റേഷൻ കാർഡിലേക്ക് മാറ്റാനുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. 2ാം തീയതി മുതലാണ്. 15ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അക്ഷയ വഴിയൊക്കെ അപേക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ കാർഡ് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ. അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.